പരിയാരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എൻ്റെ വീട്. പരിയാരം പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസും കൂടിയാണ് വന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അവർക്കതിൻ്റെ കോപ്പി അവിടുന്ന് അയച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്തു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ എനിക്ക് ഏതായാലും അതിലൊരു നല്ല സന്തോഷം തോന്നുന്നു. വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പോലെ ഇതിൻ്റെ വളരെ ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരെ ഉയർന്നപ്പോൾ അത് അന്വേഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതെ, എന്തായാലും തീരുമാനം നോട്ടീസ് അയച്ചിട്ടുണ്ടോ? മാനനഷ്ട കേസ് കൊടുക്കുമെന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുന്നു. അതിൽ നിന്ന് ഒരു കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം അത്രമാത്രം വ്യക്തിഹത്യ, ഒരു വ്യക്തി അധിക്ഷേപം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ ആരോപണമോ ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഒരു ധർമ്മം മാത്രമാണ്. പക്ഷേ അക്കാര്യത്തിൽ ആരും ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള 3-4 പ്രിൻ്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ചോദ്യമോ അല്ലെങ്കിൽ അന്വേഷണമോ ഉണ്ടായില്ല എന്നുള്ളത് എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു അങ്ങേയറ്റം ഹീനമായ ഒരു തെറ്റ് ഞാൻ ചെയ്യും എന്ന രീതിയിൽ അവരത് ചെയ്തു എന്ന് കൃത്യമായ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന പോലെയാണ് അവർ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിലേറ്റവും എന്നെ വേദനിപ്പിച്ചത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സുദിനം പത്രം, സുദിനത്തിലെ എല്ലാ റിപ്പോർട്ടറെയും എനിക്കറിയാം. അവരെന്നോടൊരു ചോദ്യം ചോദിച്ചില്ല. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കണ്ണൂർ 5 കൊല്ലം ഞാൻ പാർലമെൻറ്റ് മെമ്പറായി. ഈ സിറ്റിയിലെ ഒരു വീട് പോലും ഞാൻ കയറാത്ത വീടില്ല. ഇപ്പോൾ ഈ നഗരങ്ങളിൽ ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രധാനമായും ഉച്ചക്കെത്തുന്ന ഒരു പത്രമാണ് പലപ്പോഴും സുദിനം. ഇല്ലെങ്കിൽ വായിച്ചവർ കൈമാറിപ്പോവും. അങ്ങനെയുള്ളൊരു പത്രമാണ് സുദിനം. എല്ലാം വായിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഹെഡിങ്ങൊക്കെ വായിച്ച് അങ്ങനെ ഈ സിറ്റിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങനെ സുദിനത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് സുദിനത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത വരിക? അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അഡീഷണൽ PS ആയിട്ടുള്ള വേണുഗോപാലൻ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, 15 കൊല്ലം ഞാൻ MLA ആയിരുന്നപ്പോഴും അതിനുശേഷം മന്ത്രിയായിരുന്നപ്പോഴും പിന്നെ MP ആയിരുന്നപ്പോഴും വളരെ വലിയ ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ്, സർക്കാർ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എനിക്ക് സുദിനത്തിൻ്റെ ഒരു കോപ്പി മുഴുവനായിട്ട് അയച്ചു തന്നു. അത് നോക്കിയപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഞാനതങ്ങനെ ചെയ്തു എന്നുള്ള മട്ടിലാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അവരെ വിവരാവകാശ കമ്മീഷൻ കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഇനി അങ്ങനെയും ചിന്തിക്കാമല്ലോ, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ എറർ വരും ഇല്ലേ? അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതാവാനാണ് സാധ്യത. അതുകൊണ്ട് ടീച്ചറോടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയൊന്ന് ചോദിച്ചു പോകുമല്ലോ. അതുമില്ല. ഇത് കണ്ട ഉടനെ PR കൃഷ്ണൻ, PK ശ്രീമതി, ഇനി പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പെൻഷൻ വാങ്ങുന്നു. ഇങ്ങനെ കുറേയേറെ ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി വസ്തുതകളുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത നിരവധി കാര്യങ്ങൾ. PK ശ്രീമതിക്കെതിരായ വ്യാജ വാർത്ത കേസിലാണ് ഇപ്പോൾ PK ശ്രീമതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘം ആലക്കോട് സൈബർ പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ ആരൊക്കെയാണ് ഇത്തരം വാർത്തകൾ ചമച്ചത് എന്നുള്ള കാര്യം അവരോട് വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ PK ശ്രീമതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.